ഈ ദൃശ്യം സിനിമയിൽ പോലീസ് കഥാപാത്രമായിട്ട് അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം ഷാജി ചേട്ടൻ കൂടുതൽ അറിയപ്പെടുന്നത് കൂടുതൽ വരുന്ന കഥാപാത്രങ്ങളായാൽ തന്നെ പോലീസ് കഥാപാത്രങ്ങളാണ് കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു നാടകം ചെയ്യുന്ന വർഷങ്ങളോളം നാടകം ചെയ്യുന്ന ആളുകളുടെ കൂടെ അഭിനയിക്കുന്നു. അപ്പോ ചേട്ടൻ പണ്ട് മുതലേ സിനിമകൾ ചെയ്തത് കൂടുതലായാലും കോമഡി സിനിമകളായിരുന്നു കൂടുതലും ചെയ്തു വന്നിരുന്നത്. കലാഭവനിലെ ഇതുണ്ടായിരുന്നു. എന്ത് തോന്നുന്നു ഈ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇത്രയും വർഷം അഭിനയിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസും ഇവരെ കൂടെ ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇനി എന്തൊക്കെ അഭിനയത്തിൽ പഠിക്കാൻ പറ്റി എന്നുള്ളൊരു ഇത് ഈ സിനിമയിൽ നിന്നും? എൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയായിരിക്കും ആട്ടം. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത്. അത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞാണ്. ഞാൻ ആനന്ദിനോടും അതുപോലെ തന്നെ വിനയോട് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. വിനയാണ് എന്നോട് ആദ്യം വിളിച്ച് ഈ സിനിമയെ പറ്റി പറയുന്നു, ആനന്ദ് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ. എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടിട്ട് ഒരുപാട് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് പറഞ്ഞാൽ ഇതിന് മുൻപ് നിങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്ന പോലെ അല്ല ഇതിനകത്ത് കാണുന്നത്, അതിനെന്താണ് ചെയ്തത്, നിങ്ങൾ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്തോ, എന്താണ് അതിനു വേണ്ടി പ്രിപ്പയർ ആയത്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു ഒരു ഇതുമില്ല, നമ്മൾ ചെല്ലുന്നു, നമ്മളിലോട്ട് ഒരു ഡയറക്ടർ നമുക്ക് ഫീഡ് ചെയ്ത് തരുന്നത് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ഒരു ആക്ടറുടെ ആക്ടിങ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇതുവരെ ഒരു കഥാപാത്രത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ഡയറക്ടർ ആവശ്യപ്പെട്ടുകൊണ്ട് എന്നോട് പറഞ്ഞു 3 ദിവസം റിഹേഴ്സലിന് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഡ്രാമ നമുക്ക് ഒരു പിടുത്തമില്ലാത്ത കാര്യമാണ്, അഭിനയം വലിയ പിടുത്തമൊന്നുമില്ല, നമ്മൾ അങ്ങ് ചെയ്തു പോകുന്നതാണ്. പക്ഷേ ഈ ഡ്രാമ നമുക്ക് ഒട്ടും അറിഞ്ഞുകൂടില്ല. മറ്റേ ഡ്രാമയല്ലല്ലോ, ഇതൊരു ഭയങ്കര വേറൊരു പരിപാടിയാണ്. അപ്പം ഞാൻ റിഹേഴ്സലിന് ചെന്നു. ഇത് പിന്നെ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് എന്താണ് അവിടുത്തെ ഒരു വൈബൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അല്ലേ നമ്മളെ ഒരുപാട് നമുക്ക് നോക്കും. പ്രത്യേകിച്ച് എനിക്കൊക്കെ ഈ പറഞ്ഞ പോലെ എന്താണ് ഒരു നെഗറ്റീവ് വൈബുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കില്ല, എനിക്ക് പറ്റില്ല, സംസാരിച്ച് നിൽക്കാനൊന്നും അങ്ങനെ പറ്റില്ല എനിക്ക്. പക്ഷെ ഇവിടെ വന്ന എല്ലാവരും ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു. ഇവരുടെ ഈ ലോകത്തിൽമി എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ആയിരുന്നു റിഹേഴ്സലും കാര്യങ്ങളും എല്ലാം. പിന്നെ ഞാൻ അവിടെ മുതൽ ഇവരെ ഞാൻ നോക്കുകയായിരുന്നു. ഇവരെല്ലാം 10-20 വർഷമായിട്ട് ഡ്രാമ ചെയ്യുന്നവരല്ല. അപ്പോൾ ഇവരെങ്ങനെയാണ് ഡയലോഗ്സ് പറയുന്നത്, ഇവരെങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത്. കാര്യം നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ തുടങ്ങുന്നത് തന്നെ ഒരു ബാക്ക് സ്റ്റേജ് ഒക്കെയാണ്, മേക്കപ്പ് റൂമും കാര്യങ്ങളൊക്കെ. അവിടെ ഇവർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഞാനതെല്ലാം നോക്കുകയായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ആ ഒരു റൂട്ടിലോട്ട് വന്നത്. പിന്നെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മളോട് അത് വേണ്ട എന്ന് പറയുന്ന ഒരു ഡയറക്ടർ എപ്പോഴും ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ചെയ്യുന്നതല്ല അത് ഓക്കെ പറഞ്ഞു ഇത് കൊടുത്തു ഇത് അടിപൊളി എന്നൊക്കെ നമ്മളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ്, മനസ്സിലായല്ലേ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് അത് വേണ്ട കേട്ടോ, അത് വേണ്ട, അതങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ല, അല്ലെങ്കിൽ അത് ഇപ്പോൾ നോക്കണ്ട, അല്ലെങ്കിൽ ഈ സമയത്ത് എഴുന്നേക്കണ്ട. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടൊരു മറുപടി ഉണ്ടാവുക ഡയറക്ടറിന്, അല്ലെങ്കിൽ മനസ്സിലായില്ലേ. ചില ഡയറക്ടർമാർ അത് പറഞ്ഞാൽ എന്താ എഴുന്നേറ്റ് എന്നാ എഴുന്നേറ്റ് എന്ന് പറയുന്ന ഡയറക്ടേഴ്സും ഉണ്ട്. പക്ഷെ ചില ഡയറക്ടേഴ്സ് പറയും എഴുന്നേറ്റ് ഇതാണ് കുഴപ്പം, അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കിയാൽ ഇതാണ് കുഴപ്പം, ഇപ്പം അല്ലെങ്കിൽ അവിടെ ചിരിക്കണ്ട. അങ്ങനെ ഒരു ഡയറക്ടറിനൊപ്പം അഭിനയിക്കാൻ പറ്റുന്നത് ഏതൊരു ആക്ടറിൻ്റെ വലിയ ഭാഗ്യമാണ്. എൻ്റെ ഭാഗ്യത്തിന് ആനന്ദിനെ പോലൊരു ഡയറക്ടറും ഒരു റൈറ്ററും ആയിരുന്നു ഈ സിനിമയുടെ. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി. ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, ഈ സിനിമയ്ക്ക് കിട്ടിയ എല്ലാ കൈഡികളും അർഹിക്കുന്ന ഒരാൾ ആനന്ദകൃഷി എന്ന് പറയുന്ന റൈറ്ററും ഡയറക്ടറും തന്നെയാണ്. അതിനൊരു എതിരഭിപ്രായം ഇവിടെ ആർക്കും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്നത്. ഫസ്റ്റ് കഥ പറയാൻ വന്നപ്പോൾ മുതൽ ഇപ്പം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് പോലും അദ്ദേഹത്തിന് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ട്. അപ്പം അത് എന്താണ് ഒരു പ്രൊഫഷണലിസമാണ്. അപ്പം ചിലർ വന്ന് കഥ പറയുമ്പോൾ നമുക്കറിയാം ഇവർ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കും കേട്ടോ എന്ന് നമുക്കറിയാം. നമ്മൾ ചെയ്യാത്ത എന്തെങ്കിലും നമ്മളെ കൊണ്ട് ഇവർ ചെയ്യിക്കുമെന്ന് നമുക്കറിയാം. ചില ഡയറക്ടേഴ്സ് വരും, ചില ഫിലിം മേക്കേഴ്സ് വരും. അങ്ങനെ കുറേ പേരുടെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ജിത്തു ജോസഫ് മുതൽ അങ്ങനെ കുറേ പേരുടെ സിനിമകളിൽ അഭിനയിക്കാൻ മാസ്റ്റേഴ്സാണ്. ജോർജ് സാറടക്കമുള്ളവരുടെയൊക്കെ ആണെങ്കിലും കമൽ സാറിൻ്റെ കൂടെയൊക്കെ, സിബി മലയിൽ സാറിൻ്റെ കൂടെയൊക്കെ ഒരുപാട് മാസ്റ്റേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ ദൈവാനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. പുതിയ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെയും പൃഥ്വിരാജാണെന്നുണ്ടെങ്കിലും നിതിൻ രഞ്ജി പണിക്കരാണെന്നുണ്ടെങ്കിലും അപ്പോൾ ആ കൂട്ടത്തിലേക്ക് വരുന്ന ആൾ തന്നെയാണ് ആനന്ദകൃഷി. ഞാൻ ഉറപ്പ് പറയുന്നു, ഇനിയുള്ള അങ്ങോട്ടുള്ള മലയാള സിനിമകളിൽ ആനന്ദിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ സിനിമകൾ, മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന സിനിമകൾ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. താങ്ക് യു.